ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കിയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഈ വീട്ടിലിരിക്കണ ഞമ്മക്കൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പം ഞാനും ഇങ്ങനെ വിചാരിക്കലുണ്ട് നിങ്ങൾക്ക് മടുക്കണുണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊന്നും എന്താ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോവേതാവുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ എന്താണ് നമ്മൾ ഈ പുരയിലുള്ള ആൾക്കാർ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ എൻ്റെ വീഡിയോ ഉണ്ടാവുക. ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇഷ്ടപ്പെടാത്ത ചിലപ്പം ഇത് തന്നെ കണ്ടിട്ട് മടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം ഞാൻ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇന്നലെ തലേ ദിവസം ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാമ്പാറും പിന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഇതാ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഇതൊന്നും ഇല്ല കേട്ടോ. സമാധാനത്തിലൊക്കെ എടുത്താൽ മതി എന്നുള്ള ഓരോ ഇതാണ്. അങ്ങനെ വിചാരിച്ചതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വരെ പണിയായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പുരയിലുണ്ടെങ്കിൽ സ്കൂളും ഇല്ല, കുട്ടികളും മക്കളും എല്ലാം കൂടെ പുരയിലുള്ള ദിവസമാണെങ്കിൽ പണികൾ തീരെയില്ല കേട്ടോ. വേറെ പ്ലേറ്റ് കൊടുത്താൽ മതി. ഒന്ന് മാറിക്കോ, നിങ്ങളൊന്ന് മാറിക്ക്, ഇറങ്ങി താഴത്ത് ഇറങ്ങി. എന്തൊക്കെയാണ് നടുവില്ലാത്ത മേശൊക്കെ പോയിക്കോ. എല്ലെണ്ണം കൂടെ പുരയിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ജഗബൊഗ തന്നെയാണ് കേട്ടോ. കാക്കക്കൂട്ടിൽ കല്ലിട്ട മാതിരി ഞാൻ ഈ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ എല്ലാം പാടെ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നോളൂ. ഇവർക്ക് ഈ ഗ്യാസിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറി നിന്നിട്ട് അത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. നാസിമോനാണ് പ്രത്യേകിച്ച്. ഓനിക്ക് ഈ മേശൻ്റെ മേലെ നിന്ന് ഇതിൽ നമ്മൾ ഇളക്കണതും പൊടികൾ ഇടുന്നതും എന്തൊക്കെ ഉണ്ടാക്കണത് പാചകം പഠിക്കാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉപ്പച്ചീൻ്റെ ആ ഒരു ടച്ച് ഉണ്ടാവുമല്ലോ, ഉപ്പച്ചീൻ്റെ ഒക്കെ പണി അതാണല്ലോ. ഇനിയിപ്പോൾ ചിലപ്പം അതുകൊണ്ടായിക്കോട്ടോ ഇതിൽ മക്കൾക്കൊരു ഒരു 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 ഇത് ചിലപ്പം അതുകൊണ്ടായിരിക്കും കേട്ടോ. എന്തായാലും എല്ലെണ്ണത്തിന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്താണ്. തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ പാട് കൂട്ടുന്നതിനെക്കാട്ട് ടേസ്റ്റ് പിറ്റേന്ന് അത് ചൂടാക്കിയിട്ട് കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേറെ ഒരു പണി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെ മഞ്ഞൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരോ വിൽക്കാൻ കൊണ്ടുപോയപ്പം അവരുടെ അടുത്ത് നിന്ന് വാങ്ങി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇതാ ഇത്ര തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഉണക്കാനിടണം. മഞ്ഞൾ പൊടിപ്പിക്കാനാണ്. സാധാരണ ആദ്യമൊക്കെ നമ്മൾ പാക്കറ്റ് തന്നെ കേട്ടോ വാങ്ങൽ. പിന്നെ നമ്മൾ ഈ ഒരു ഇവിടെ സ്ഥലത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഏട്ടൻ നട്ടതായിരുന്നു കേട്ടോ കുറേ മുന്നേ. പിന്നെ അതിൽ നിന്ന് വിത്തെടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങനെ നട്ടിട്ട് കുറച്ച് പറിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പാടാകുമ്പോൾ ഒപ്പരം അങ്ങോട്ട് കയ്യായിരുന്നു. പക്ഷെ അത് പറിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് ഇവിടെ കൊടുന്ന് വെച്ച സ്ഥിതിക്ക് ഇതിൻ്റെ പണി അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ വീട്ടിലത്തെ ഒരു പണികളും എടുത്തിട്ടില്ല. വെയിൽ വരുന്നതിൻ്റെ മുന്നേ ഇതങ്ങോട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൈസ് പണികളൊന്നും ഈ വക പണികളൊന്നും എടുത്ത് അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. നമ്മൾ ഉമ്മമാരാണല്ലോ ഇങ്ങനത്തെയൊക്കെ ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ കഴിഞ്ഞ കൊല്ലം തന്നെയായിരുന്നു കേട്ടോ മഞ്ഞളിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. പുഴുങ്ങിയതും ഇതാക്കിയതൊക്കെ തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സൈസ് പണിക്കൊക്കെ നിൽക്കുന്നത്. ഇങ്ങനെ നന്നാക്കും ഇതാക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ മെയിനായിട്ട് ഇതിനെ മൊത്തത്തിൽ ചെയ്യുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം ഞാൻ അപ്പുറത്തെ താത്താനോട് ചെമ്പ് വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെയൊക്കെ പുഴുങ്ങാൻ ഇതാക്കാനൊക്കെ എടുക്കുന്ന ചെമ്പന്നെയാണ്. താത്താൻ്റെ മഞ്ഞൾ ഒരു പുഴുങ്ങിയ ചെമ്പന്നെയാണ്. അപ്പം പിന്നെ ഞാൻ അതന്നെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലാത്തതിൽ ഈ കറ പിടിച്ചാൽ അത് അങ്ങോട്ട് പോകൂലല്ലോ. അപ്പോൾ ആ ചെമ്പും വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിച്ചുമോളും എനിക്ക് കൂടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായി. അപ്പോൾ ഓളാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കൊക്കെ ഇഞ്ചിയൊക്കെ തോല് ചിരണ്ടി എടുക്കൂലേ, ഓൾ അതുപോലെ ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആക്കണ്ട, പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിക്കുമെന്ന് പറഞ്ഞിട്ട് മെല്ലെ അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ വേണ്ടി നിച്ചോളെ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിട്ടോ അതൊക്കെ നന്നാക്കൽ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, അതിൻ്റെ വേരൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ചളീൻ്റെ വല്ലാത്തൊരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് വെച്ചതാണ്. ഞാനാണെങ്കിൽ ഓരോന്നെടുത്ത് നന്നാക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള താത്തയാണ് കേട്ടോ പറഞ്ഞത്, ഈ അങ്ങനെ ഒന്ന് നന്നാക്കണ്ട, അതൊന്ന് വേര് പൊട്ടിച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, അപ്പോൾ ചളിയൊക്കെ അതിൽ ഇളകിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഇതാ നേരെ അകത്തത്തെ പണികൾ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോരോ കട്ടുമ്പത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാനെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളെ റൂമിലൊരു ചെറിയ കട്ടിലില്ലേ, അവിടെ ആരും കിടക്കലൊന്നുമില്ല, എന്നാലും അതിലത്തെ ബെഡ്ഷീറ്റ് ഞാനൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലോടും ഒന്ന് വൃത്തിയാക്കി തട്ടിക്കൊട്ടി ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ. ഇന്നിപ്പം എല്ലാം കൂടെ ഉള്ള ദിവസമാണ്. ചോറും കറിയും എല്ലാം ആക്കും വേണം. പിന്നെ ഇന്ന് ചോറ് വേണ്ട, എല്ലാവർക്കും കഞ്ഞി മതി. കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്ക് അങ്ങനെയൊക്കെ കഴിക്കാനൊരു രസമാണല്ലോ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ വേഗം അലക്കാനുള്ള തുണികളൊന്ന് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അകമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ കുഴികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഈ പെരിച്ചായിൻ്റെ പണിയാണ് കേട്ടോ. മണ്ണ് മാന്തിയിട്ട് കുറേ ആയല്ലോ നമ്മൾ ഈ ഷെഡിൽ കൂടാൻ തുടങ്ങിയിട്ട്, ഒരു കറക്റ്റ് ഒരു ലെവലില്ലാണ്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. പെരിച്ചായി മണ്ണ് മാന്തി ഓരോരോ സ്ഥലത്ത് കുഴിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും അതിലേക്കൊന്നും അങ്ങനെ നമ്മൾ നോക്കണില്ല, ഇപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എല്ലാം വീടിൻ്റെ പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത്, ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഏറ്റവും കൂടുതൽ വരുന്നൊരു കമൻറ്റ് അത് തന്നെയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേഗം ഒരു വീടാവട്ടെ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന കമൻറ്റ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനകളിലും ഞങ്ങളെയും ഉൾപ്പെടുത്തുന്നതിന് ഒരുപാട് സന്തോഷം. ഞങ്ങളെ പ്രാർത്ഥനകളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഞങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം കഴുകലും അവിടുത്തെ വീട്ടിലത്തെ ഏകദേശം പണികളൊക്കെ തീർത്തിട്ടുണ്ട്. അലക്കിയ തുണികളൊക്കെ ആറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇക്കാനും കുട്ടികളൊന്ന് പോയി നോക്കാറ് ഒന്ന് റോട്ടുമൊക്കെ ഇറങ്ങിയതാണ്. ഇക്ക രാവിലെ ചായയും കുടിച്ചിട്ട് പോയതാണ് കേട്ടോ വണ്ടി കഴുകാൻ പോയാൽ പിന്നെ അന്നത്തെ ദിവസം നോക്കേണ്ടി വരില്ല. അപ്പം ഞാനൊന്ന് പോയി നോക്കിയതായിരുന്നു കേട്ടോ എന്താ അവിടുത്തെ സ്ഥിതി എന്നുള്ളതേ. അങ്ങനെ അതൊക്കെ പോയി നോക്കി വന്നു. ഇനിയിപ്പോൾ അതാ കഞ്ഞീൻ്റെ കൂട്ടാൻ്റെ ഒക്കെ പരിപാടിയാണ്. ചേന ഉണ്ടായിരുന്നു, കാച്ചിലുണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ അല്ലറ ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു പടുകൂട്ടാൻ എന്ന് പറയും, ഇവിടെ നമ്മൾ വെറും കൂട്ടാൻ എന്ന് പറയും, ചില സ്ഥലത്ത് പടുകൂട്ടാൻ എന്നൊക്കെ പറയും. കറമൂസിയും അങ്ങനത്തെ എല്ലാം പാടൊക്കെ ഇട്ടിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. ഞാനും ഇതങ്ങനെ ഞാൻ വെക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഞാനിത് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ രസമാണല്ലോ, അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുറയൊന്നുമില്ല കേട്ടോ, കുറച്ചേ ആക്കണുള്ളൂ. അപ്പോൾ അതാ എല്ലാം പാടൊന്ന് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടുതൽ പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതാ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് പിന്നെ എന്താണ് രാവിലെയാണ് കേട്ടോ. ഇത് ശരിക്കും ഇന്നലെ വരേണ്ട വീഡിയോ ആണ്. പക്ഷെ ഇന്നലെ എനിക്ക് നമ്മൾ നോമ്പിൻ്റെ ഒരു നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന തിരക്കും കാര്യങ്ങളും എല്ലാം പാടായതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഇടാനുള്ള വീഡിയോ ആയതുകൊണ്ട് ഇന്ന് രാവിലെ മക്കളെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ചപാട് വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഞാസിമോനും എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അതാണ് ഓൻ്റെ സ്വകാര്യം പറച്ചിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഇതാ കുക്കറിൽ വെച്ചതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അത് വേവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊന്ന് തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഞാൻ കോരി ഇടുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ അത് തീരെ കളറില്ലാത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയത്. സാധാരണ വാങ്ങുന്നതും അല്ല, അതിലൊക്കെ നല്ല കളർ ഉണ്ടാവില്ല. ഇതെന്താണെന്ന് അറിയില്ല, എത്ര ഇട്ടിട്ട് ഒരു ശരിക്കും അങ്ങോട്ട് ഒരു കളർ കിട്ടാത്ത പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് തേങ്ങയിലും വേവിക്കാൻ വെക്കണേലൊക്കെ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കുക്കറിലുള്ളതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മൾ തേങ്ങ അരപ്പുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഏകദേശം ഒന്ന് തിളച്ചങ്ങോട്ട് വരുമ്പം കുക്കറിൽ വേവിച്ച് വെച്ചതും കൂടെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ആകെ വെള്ളം ഇല്ലാതെ കിടക്കുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു വെള്ളത്തോട് കൂടെ ആകുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ
തേങ്ങയിലും അരച്ചതും ജാറൊന്ന് ചുവച്ചതൊക്കെ ആയതുകൊണ്ട് അത് മൊത്തത്തിലൊന്ന് മിക്സാക്കി വരുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് അങ്ങനെ എപ്പോഴും അങ്ങനെ വലിയൊരു ഉണ്ടാക്കിയൊരു പരിശീലനം ഇല്ലാത്തതുകൊണ്ടേ അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പയറുപ്പേരിയും ഈ ഒരു കൂട്ടാനും കഞ്ഞിയായിരുന്നു കേട്ടോ ഒന്ന് ഉച്ചക്കത്തെ നമ്മളത്. എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനത്തതൊക്കെ എല്ലാവരും പാടെ കുറേ ആൾക്കാർ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് നല്ല കമൻറ്റും നല്ല സപ്പോർട്ടും ഒക്കെ തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. തുടക്കം മുതൽ തന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആ ഒരു കമൻറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ. പിന്നെ ഏട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാടതാ കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇവരെന്തൊക്കെയോ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതും വീഡിയോ എടുക്കുന്നുണ്ടോ അതാണ് ചോദിക്കണത്. ഇപ്പോൾ ഈ കഞ്ഞി കുടിക്കണൊക്കെ ഇപ്പോൾ ഈ വീഡിയോ എടുത്തിക്കണോന്നാണ് കേട്ടോ എന്നോട് ചോദിക്കുന്നത്. ഞാൻ എടുക്കുകയും ചെയ്തിടുന്നു പറഞ്ഞു. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ വേഗം അവിടെയൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കി. എന്തായാലും നമ്മൾ തീറ്റയും കുടിയും കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് പെരങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ബാക്കിയുള്ള കഞ്ഞി കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്ന് കഴുകിയെടുത്തു. അകത്തത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ മഞ്ഞൾ ഇവിടെ വെള്ളത്തിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോണതിന് മുന്നേ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അടുത്ത് പൈപ്പ് തുറന്നാലും ഓടി ഇങ്ങോട്ട് വന്നോളും. സ്പ്രിങ് പോലെ നാസിമോനെ വെള്ളത്തിൽ കളിക്കാൻ വന്നതാണ്. ഓനക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് താനും. അതാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകൂലേ. അങ്ങനെ ഇത് നന്നാക്കുമ്പോഴും നല്ല വിറ്റായിരുന്നു കേട്ടോ. ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നന്നാക്കുമ്പോൾ നമ്മളെ അപ്പുറത്തെ താത്ത ചോദിക്കുന്നുണ്ട്, ഈ സോപ്പും ചകിരിയൊക്കെ ഇട്ട് ഇത് കഴുകണുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട്. അതാ പറഞ്ഞത്, ഇങ്ങനത്തെ പണികളൊന്നും ശീലമില്ല, നമുക്കിത് അറിയണില്ലല്ലോ ഇത് എങ്ങനെയാണെന്ന്. എന്തായാലും കുറച്ചൊരു ഒസ്വാസിൽ കന്നാസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ അതൊക്കെ നല്ലോണം എന്നാലേ നമുക്കൊരു മനസ്സിനൊരു ജനിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒക്കെ എല്ലാം ഒന്ന് കഴുകി ഒരു കുറേ വട്ടം തന്നെയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതാട്ടോ ഒക്കെ ചെമ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് വലിയ സംഭവമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തീ നല്ലോണം ഒന്ന് തിളച്ചൊന്ന് വേവിച്ചെടുത്താൽ പിന്നെ നാളെ മുതലെടുത്ത് അങ്ങോട്ട് വെയിലത്ത് ഒന്ന് നടു മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ മഞ്ഞൾ ഇവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ ആവട്ടെ. ഇനിയിപ്പോൾ പോയിട്ട് എനിക്ക് കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം തീയൊന്ന് കത്തുന്നുണ്ടോ നോക്കിയാൽ മതിയല്ലോ. ഇന്നിൻ്റെ പണികളൊക്കെ തീരാനും കുളി കഴിയാനൊക്കെ സമയം വൈകിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഇരുട് മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിറകൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ കത്തിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി വെക്കലാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ മഞ്ഞളുണ്ട് കിടക്കണവരെ. അപ്പോൾ അതൊന്ന് തീ കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ ചകിരിയും ചിരട്ടയും പിന്നെ മുറ്റത്തുനിന്ന് ചുള്ളിയും വിറകും ഒക്കെ എല്ലാം പാടെ എടുത്തൊന്ന് അകത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തിരുമ്പിയ തുണികളൊക്കെ പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ രാത്രിക്കേക്ക് എന്തെങ്കിലും ഒന്ന് ഫുഡ് ആക്കണം. ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞിയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് രാത്രിക്കേക്കുള്ളത് ആക്കുകയും വേണം. അങ്ങനെ വിറകൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇടയ്ക്കൊന്ന് തീ വന്ന് കത്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കളെ പഠിപ്പിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരുത്തന് അപ്പുറത്തുനിന്ന് പഠിക്കാമെന്ന് പറഞ്ഞ് ബുക്കും തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുത്തന് ഇതുള്ള കളിസാധനം മൊത്തം വാരി വലിച്ചിട്ടിട്ട് ഓൻ്റെ കളിയിലൊക്കെയാണ്. അപ്പം ഓനെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.